നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് പൊടി. നന്നായി ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കുരുമുളക്, അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് നമുക്ക് ഒരു ഉദ്ദേശത്തിന് അത് നന്നായി ചൂടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. പിന്നീട് കുറച്ച് ജീരകം, അതും നന്നാക്കി ചൂടായി അതിന് ശേഷം കുരുമുളക് ഇട്ട് വെച്ച പാത്രത്തിലോട്ട് തന്നെ ഒന്ന് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ എടുക്കുന്നത് കുറച്ച് വറ്റൽമുളകാണ്. ഒരു 10-15 വറ്റൽമുളക്, അതും ഇതുപോലെ ഞെട്ടോട് കൂടിയത് മതി. അത് നന്നായി ചൂടാക്കി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പില, അത് നന്നായി ചൂടാക്കി മാറ്റിയതിന് ശേഷം 1/4 കിലോ കടലപ്പരിപ്പ്, വേറെ കറിപ്പരിപ്പ് എന്ത് വേണമെങ്കിലും ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. കടലപ്പരിപ്പ് എടുത്തിട്ട് അത് നന്നാക്കി ചൂടാക്കി പാത്രത്തിലേക്ക് മാറ്റുക. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് അതെടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ചീനച്ചട്ടി ചൂടായിരിക്കണമല്ലോ, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കായത്തിൻ്റെ കഷ്ണം, നെല്ലിക്ക വലുപ്പത്തിലുള്ള കായത്തിൻ്റെ കഷ്ണം ഇട്ടിട്ട് നന്നായി മുരിച്ചെടുക്കണം. മുരിഞ്ഞതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന കടലപ്പരിപ്പും കുരുമുളക്, ജീരകം, കറിവേപ്പില, വറ്റൽമുളക്, ഉപ്പ്, അപ്പോൾ നമ്മൾ ചൂടാക്കിയ സാധനങ്ങളുടെ എല്ലാം തണുപ്പ് ഒന്നായതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് പൊടി തയ്യാറായി. ഇത് നെയ്യിൻ്റെ ഒപ്പം കഴിക്കാം.